ഹായ് ഓൾ, ശങ്കർ രാജ് ഹിയർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ഡാറ്റ ടൈപ്സിനെ പറ്റിയാണ്. അവയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോയത്. ഇന്നത്തെ ക്ലാസ്സിൽ ഡാറ്റ ടൈപ്സിനെ പറ്റി കുറേ കൂടി ഇലാബറേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഡാറ്റ ടൈപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൈസ്, ലിമിറ്റ് മുതലായ കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാൻഡ്സ് ഓൺ വീഡിയോസ് കൂടി പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BTech മുതലായ കോഴ്സുകളിൽ പ്രീവിയസ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ഡാറ്റ ടൈപ്സ് വരെയുള്ള നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡാറ്റ ടൈപ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പെൻഡിങ് ഉണ്ടായിരുന്നു. ഡാറ്റ ടൈപ്സിൻ്റെ സൈസ് പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ടൈപ്പ് മോഡിഫയേഴ്സ്. അപ്പോൾ ആ സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ടൈപ്പ് മോഡിഫയേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും 4 ടൈപ്പ് മോഡിഫയേഴ്സ് ആണുള്ളത്. 1 ലോങ്, 2 ഷോർട്ട്, 3 സൈൻഡ്, 4 അൺസൈൻഡ്. പ്രധാനമായിട്ടുള്ളവയാണിത്. ഇപ്പോൾ എന്താണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീവേഡ്സ് ആണ്, റിസർവ്ഡ് വേർഡ്സ് ആയിട്ടുള്ള കീവേഡ്സ് ആണ്. ഇതിൻ്റെ ഉപയോഗം യൂസ് ടു ഓൾട്ടർ ദി ഡീഫോൾട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്, പ്രൈമർലി ഇൻറ്റ് ആൻഡ് ക്യാർ. അപ്പോൾ ഇൻറ്റ്, ക്യാർ, അതോടൊപ്പം തന്നെ മറ്റ് ചില ഡാറ്റ ടൈപ്സ്. ഈ ഡാറ്റ ടൈപ്സിൻ്റെ എല്ലാം ഡീഫോൾട്ടായിട്ടുള്ള പ്രോപ്പർട്ടീസിന് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യാനായിട്ടാണ് ഈ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. പേരിൽ തന്നെയുണ്ട് ടൈപ്പ് മോഡിഫയേഴ്സ്. അവയെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ കീവേഡ്സിൻ്റെ മിഷൻ. ഇറ്റ് ഇൻഫ്ലുവൻസിങ് ദെയർ സ്റ്റോറേജ് സൈസ് ആൻഡ് റേഞ്ച് ഓഫ് വാല്യൂസ് ദേ ക്യാൻ ഹോൾഡ്. ഈ ഡാറ്റ ടൈപ്സിൻ്റെ സ്റ്റോറേജ് സൈസ്, അതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടില്ല, ഇതുമായി കമ്പൈൻ ചെയ്ത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഡാറ്റ ടൈപ്സിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള സ്റ്റോറേജ് സൈസ്, അതോടൊപ്പം തന്നെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന വാല്യൂസിൻ്റെ റേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീഫോൾട്ടായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ മുതലായവയ്ക്ക്. അപ്പം അങ്ങനെ ഡീഫോൾട്ടായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള സൈസ്, റേഞ്ച് ഓഫ് വാല്യൂസിൻ്റെയൊക്കെ ഒരു ലിമിറ്റിനെ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാം. ലോങ് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഇൻക്രീസസ് സ്റ്റോറേജ് സൈസ് ആൻഡ് കോൺസിക്വൻ്റ്ലി റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് എ വേരിയബിൾ ക്യാൻ ഹോൾഡ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറേജ് സൈസും റേഞ്ച് ഓഫ് വാല്യൂസും ഒക്കെ എന്താണ്, കൂട്ടുക, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലോങ്ങിൻ്റെ മിഷൻ. ടിപ്പിക്കലി യൂസ്ഡ് വിത്ത് ഇൻറ്റ്. സാധാരണഗതിയിൽ ഇൻറ്റിനോടൊപ്പമാണ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിനോടൊപ്പമാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ലോങ് സ്പേസ് ഇൻറ്റ്. ഇൻറ്റ് എന്ന് നമ്മൾ സാധാരണ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ മുന്നിൽ ഒരു ലോങ് കൊടുക്കുക. 2 ലോങ് നമുക്ക് കൊടുക്കാം. ലോങ് സ്പേസ് ഇൻറ്റ്, അങ്ങനെയും പറയാം. പിന്നെ ഡബിളിനോടൊപ്പം ഇത് യൂസ് ചെയ്യാം. ലോങ് സ്പേസ് ഡബിൾ. ലോങ് സ്പേസ് ഇൻറ്റ് യൂഷ്വലി പ്രൊവൈഡ്സ് അറ്റ്ലീസ്റ്റ് 32 ബിറ്റ്സ് ഓഫ് സ്റ്റോറേജ്. അപ്പോൾ 32 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ 8 ബിറ്റ് ചേരുന്നതാണ് 1 ബൈറ്റ്. അപ്പോൾ 32 ബിറ്റ് എന്ന് പറയുമ്പോൾ 8 × 4, 8 × 4 ആണ് 32. അപ്പോൾ 4 ബൈറ്റ് ആണ്. 4 ബൈറ്റ്, അതായത് 32 ബിറ്റ്. ലോങ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, 4 ബൈറ്റ് ആണ് സാധാരണഗതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ലോങ് സ്പേസ് ലോങ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടിയാകും, 64 ബിറ്റ് ആകും. ഇനി ഷോർട്ട്. ഷോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഡിക്രീസസ് സ്റ്റോറേജ് സൈസ് ആൻഡ് റേഞ്ച് ഓഫ് വാല്യൂസ്. സാധാരണഗതിയിൽ ഇൻറ്റിനോടൊപ്പമാണ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റിന് മുന്നോടിയായിട്ട് ഷോർട്ട് എന്ന കീവേഡ് കൊടുക്കുക. സാധാരണഗതിയിൽ എന്താണ്, 2 ബൈറ്റെങ്കിലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഷോർട്ട് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. മിനിമമാണ് 2 ബൈറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ്. പിന്നെ സൈൻഡും അൺസൈൻഡും. സൈൻഡും അൺസൈൻഡും എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡിക്കേറ്റ്സ് എ വേരിയബിൾ ക്യാൻ സ്റ്റോർ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവും നെഗറ്റീവും സ്റ്റോർ ചെയ്യാൻ കഴിയും സൈൻഡ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താൽ. സൈൻഡ് ഇൻറ്റ്, സൈൻഡ് ക്യാർ എല്ലാം ഇവിടെയുണ്ട്. അൺസൈൻഡ് എന്ന് പറയുമ്പോൾ നോൺ നെഗറ്റീവ് വാല്യൂസ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. 0യും പോസിറ്റീവും, നോൺ നെഗറ്റീവായിട്ടുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അൺസൈൻഡ് ഇൻറ്റ്, അൺസൈൻഡ് ക്യാർ, അൺസൈൻഡ് ലോങ് സ്പേസ് ഇൻറ്റ്, അൺസൈൻഡ് സ്പേസ് ലോങ് സ്പേസ് ഇൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്കിത് ഡിക്ലെയർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നമുക്ക്
ഈ പറയുന്ന ടൈപ്പ് മോഡിഫയേഴ്സ് കൂടി ചേർന്നുള്ള ഡാറ്റ ടൈപ്സിൻ്റെ സൈസ് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു ഇമേജ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടർബോ എന്നും ഡെവ് എന്നും രണ്ട് കമ്പൈലേഴ്സ് പറയുന്നുണ്ട്. ചില ലേറ്റസ്റ്റ് കമ്പൈലേഴ്സ് ഒക്കെ വരുമ്പോൾ ഡിഫോൾട്ട് സൈസ് കുറച്ചുകൂടി കൂടും. എന്നാൽ ടർബോയിൽ ബേസിക് ആയിട്ടുള്ള സൈസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡാറ്റ ടൈപ്സിന്. ഇപ്പോൾ ഒരു ഡാറ്റ ടൈപ്പിന് കൃത്യമായി ഒരു പർട്ടിക്കുലർ സൈസ് മാത്രമേ യൂസ് ചെയ്യാവൂ എന്നൊരു നിർബന്ധ ബുദ്ധി സി പ്രോഗ്രാമിലില്ല. ചില കമ്പൈലേഴ്സിനനുസരിച്ച് ചില ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരാറുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് എന്ന് പറയുമ്പോൾ ടർബോ സി പ്ലസ് പ്ലസിൽ 2 ബൈറ്റ് ആണ്, ഡെവ് സി പ്ലസ് പ്ലസിലും അത് 2 ബൈറ്റ് ആണ്. അൺസൈൻഡ് സ്പേസ് ഷോർട്ട് എന്ന് കമ്പൈൻ ചെയ്ത് വരുമ്പോഴും രണ്ടും 2 ബൈറ്റ് ആണ്. സൈൻഡ് ഷോർട്ട് അപ്പോഴും 2 ബൈറ്റ് ആണ്. ഇനി സാധാ ഇൻറ്റ്, പ്രത്യേകിച്ച് ടൈപ്പ് മോഡിഫയേഴ്സ് ഒന്നും ഇല്ലാത്ത ഇൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ടർബോ സി പ്ലസ് പ്ലസിൽ 2 ബൈറ്റും ഡെവ് സി പ്ലസ് പ്ലസിൽ 4 ബൈറ്റുമാണ്. അൺസൈൻഡ് സ്പേസ് ഇൻറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2, 4. ടർബോ സി പ്ലസ് പ്ലസിൽ 2ഉം ഡെവ് സി പ്ലസ് പ്ലസിൽ 4ഉമാണ്. സൈൻഡ് ഇൻറ്റ് അവിടെയും ടർബോ സി പ്ലസ് പ്ലസിൽ 2, ഡെവ് സി പ്ലസ് പ്ലസിൽ 4. ലോങ് രണ്ടിലും 4 ബൈറ്റ് ആണ്. അൺസൈൻഡ് സ്പേസ് ലോങ് 4 ബൈറ്റ് തന്നെയാണ്. സൈൻഡ് സ്പേസ് ലോങ് 4 ബൈറ്റ് ആണ്. ക്യാരക്ടർ 1 ബൈറ്റ് ആണ് രണ്ട് കമ്പൈലേഴ്സ്. ഈ രണ്ട് കമ്പൈലേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല, ലേറ്റസ്റ്റ് കമ്പൈലേഴ്സിന് ഈ ഡെവ് സി പ്ലസ് പ്ലസിലുള്ള ആ ഒരു ലിമിറ്റ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അൺസൈൻഡ് ക്യാറും 1 ബൈറ്റ്, സൈൻഡ് ക്യാറും 1 ബൈറ്റ്. ഫ്ലോട്ട് വരുമ്പോൾ രണ്ടിലും 4 ബൈറ്റ് വീതമാണ്. ഡബിൾ വരുമ്പോൾ അത് രണ്ടിലും 8 ബൈറ്റ് വീതമാണ്. ലോങ് ഡബിൾ വരുമ്പോൾ ടർബോ സി പ്ലസ് പ്ലസ് 10 ബൈറ്റും ഡെവിലത് 12 ബൈറ്റുമാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഡാറ്റ ടൈപ്സിൻ്റെ ഒരു റേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ടർബോ സി പ്ലസ് പ്ലസ് ഉപയോഗിച്ചിട്ടാണ് എക്സാമ്പിൾസ് കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഒരു സൈസ് ആയിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്. പക്ഷേ മോസ്റ്റ് മോഡേൺ കമ്പൈലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ലിമിറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാനിവിടെ type.c എന്ന പേരിലൊരു പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. stdioയും കോണിയോയും എല്ലാം കൊടുത്തു മെയിൻ ഫംഗ്ഷനകത്ത്. ഇൻറ്റ് a = 5, b = 4, c = 0 എന്ന് പറഞ്ഞിരിക്കുകയാണ്. c = 0 മാറ്റി c ആക്കി. ക്ലിയർ സ്ക്രീൻ. c = a × b. printf %dn c. printf size of a get ch. നമ്മുടെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് റൺ ചെയ്യേണ്ട ഭാഗമല്ലാതെ റീഡബിലിറ്റിക്ക് വേണ്ടി, അതായത് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ അയാൾക്ക് വായിക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഉൾപ്പെടുത്താം. അവയെ കമൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ 2 സ്ലാഷ് കൊടുത്താൽ ഒരു സിംഗിൾ ലൈനിനെ കമൻറ്റ് ചെയ്യാം. അതായത് ഈ ഒരു 2 സ്ലാഷ് കൊടുത്താൽ അതിൻ്റെ അർത്ഥം അതിനുശേഷം വരുന്ന കാര്യം കമ്പൈൽ ചെയ്യുകയോ റൺ ചെയ്യുകയോ ചെയ്യുന്നൊരു ഭാഗത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് കമ്പൈലറിനോട് പറയുകയാണ്. മൾട്ടി ലൈൻ കമൻ്റ് ആണെങ്കിൽ നമുക്ക് /* എന്നിട്ട് */ ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളെ, ഒന്നിൽ കൂടുതൽ ലൈൻസിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട എന്ന ആവശ്യത്തിന് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട എന്ന കാര്യം കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, പ്രോഗ്രാമിന് റീഡബിൾ ആയിട്ടുള്ള ചില കമൻറ്റ്സ് നമുക്ക് ഉൾപ്പെടുത്താം. 2, നമ്മൾ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും നമുക്കിപ്പോൾ നിലവിൽ ആവശ്യമില്ല എന്നാൽ ഭാവിയിൽ ആവശ്യമായിട്ട് വരാം. ഭാവിയിൽ ആവശ്യമായിട്ട് വരാമെന്നുള്ളത് കൊണ്ട് തന്നെ അത് ഡിലീറ്റ് ചെയ്യാതെ അത് കമൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തൽക്കാലം അത് കമ്പൈൽ ചെയ്യുകയോ റൺ ചെയ്യുകയോ ചെയ്യത്തില്ല. എന്നാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉണ്ടാകും താൻ. അപ്പോൾ ഒരു ലൈനിന് വേണ്ടിയിട്ട് 2 സ്ലാഷ്, ഒന്നിൽ കൂടുതൽ ലൈൻസ് ആണെങ്കിൽ /*/ എന്ന രീതിയിൽ ഉൾപ്പെടുത്തുക. അത് ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോൾ c = a × b, printf c, പിന്നെ printf size of a. എ എന്ന വേരിയബിളിൻ്റെ സൈസ് ഓഫ്. എന്താണ് സൈസ് ഓഫ് എന്ന് പറയുന്ന കീവേഡ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സൈസ് ഓഫ് എന്ന് പറയുമ്പോൾ ഡാറ്റ ടൈപ്പിൻ്റെ സൈസാണ്. അതായത് എ എന്ന വേരിയബിൾ ഉൾക്കൊള്ളുന്ന ഡാറ്റ ടൈപ്പ് ഇൻറ്റ്, ആ ഇൻറ്റിൻ്റെ സൈസാണ് ഇവിടെ
പ്രിൻ്റ് ചെയ്യുന്നത്. പിന്നെ ഗെറ്റ് സി എച്ച് ഇത്രയും കൊടുത്തിരിക്കുകയാണ്. ഞാനിത് കമ്പൈൽ ചെയ്യുകയാണ്. ഈ പ്രോഗ്രാം റൺ ചെയ്യുകയാണ്. 20,2 20 എന്നത് 5 × 4 സീക്വറ്റ് A × B. ആ വാല്യൂ ആണ് ആദ്യം വന്ന 20. /n ഇവിടെ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് 20ക്ക് ശേഷം 2 താഴെ വരുന്നത്. ആ 2 എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് എ എന്ന് പറയുമ്പോൾ എ ഉൾപ്പെടുന്നത് ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇൻറ്റ് എന്ന ഡാറ്റ ടൈപ്പിൻ്റെ സൈസാണ്. ഇത് ടർബോ C++ ആയതുകൊണ്ട് തന്നെ 2 bytes ആണ്. അതാണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഫ്ലോട്ട് ആക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തൽക്കാലം കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ സൈസ് ഓഫ് എ എന്ന് പറയുമ്പോൾ എയുടെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണ്. നമ്മൾ നേരത്തെ നോക്കിയ ടേബിൾ പ്രകാരം 4 ആണ് വരേണ്ടത്. ഇവിടെ 4 തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആ ടേബിളിലേക്ക് ഞാൻ ഒന്നുകൂടി പോവുകയാണ്. ടർബോ C++ൽ ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ 4 byte, ഇൻറ്റ് എന്ന് പറയുമ്പോൾ 2 byte. ബാക്കിയുള്ള ഓരോന്നായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ ചെയ്യുമ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ ഉണ്ടാകും. ഡാറ്റ ടൈപ്സ്, ടൈപ്പ് മോഡിഫയേഴ്സ്, അതോടൊപ്പം തന്നെ അവയുടെ സൈസ് പോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കാം. ഇത് BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ C പ്രോഗ്രാമിങ്ങിൻ്റെ ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. വാട്ട് ആർ വേരിയബിൾസ്, എന്താണ് വേരിയബിൾസ് എന്നുള്ളത്, പിന്നെ അസോസിയേറ്റിവിറ്റി, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്, വാട്ട്സ് ദി യൂസ് ഓഫ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടിന്യൂ ബ്രേക്ക് മുതലായ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പരിശീലിക്കാം. യൂസ് ഓഫ് അഡ്രസ് ഓപ്പറേറ്റർ, വാട്ട് ഈസ് മീൻ ബൈ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പും, പിന്നെ എന്യൂമറേറ്റർ എന്ന് പറയുന്ന ആ ഐഡൻറ്റിഫയറിനെ പറ്റിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദി ബേസിക് ഡാറ്റ ടൈപ്സ്, അടുത്ത ചോദ്യം. നമ്മളിപ്പോൾ കവർ ചെയ്ത കാര്യമാണ് ഈ വേരിയബിൾസും ഡാറ്റ ടൈപ്സും ഒക്കെ. ബേസിക് ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട് ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ക്യാർ, ബൂൾ, വോയിഡ്. അതിൽ തന്നെ ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ക്യാർ, ഇത് 4 എണ്ണമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ്. അപ്പം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ്. ഹൗ ടു റീഡ് എ ക്യാരക്ടർ ഫ്രം എ ഫയൽ, ഒരു ഫയലിൽ നിന്ന് എങ്ങനെ ഒരു ക്യാരക്ടർ റീഡ് ചെയ്തെടുക്കും. ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ C++ ഉൾപ്പെടെ ജാവ ഉൾപ്പെടെയൊക്കെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. നമുക്ക് C പ്രോഗ്രാമൊക്കെ കഴിയാറാവുന്നതിൻ്റെ അവസാനം ആ കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാം. വാട്ടർ പോയിൻറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇറ്റ് ഷുഡ് ബി കവേർഡ്. വാട്ട്സ് മീൻ ബൈ റിക്കർഷൻ, റിലേറ്റിംഗ് ടു ഫങ്ഷൻ. പിന്നെ വൈ ഡു വി നീഡ് ടു യൂസ് കമൻറ്റ്സ് ഇൻ പ്രോഗ്രാംസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് കമൻറ്റ്സ്. എന്തിനാണ് പ്രോഗ്രാമിൽ കമൻറ്റ്സ് കൊടുക്കുന്നത് എന്നുള്ളത്. റീഡബിലിറ്റി വർദ്ധിപ്പിക്കുവാനും ചില സ്റ്റേറ്റ്മെൻറ്റ്സിനെ താൽക്കാലികമായി കമ്പൈൽ ചെയ്യുന്നതിൽ നിന്ന് മാറ്റുവാനുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ സൈസ് ഓഫ് ഓപ്പറേറ്റർ, നമ്മളിപ്പോൾ കണ്ടു ഡാറ്റ ടൈപ്സിൻ്റെ സൈസ്. ഒരു വേരിയബിൾ ബിലോങ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ഏതാണോ അതിൻ്റെ സൈസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്ററാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. C ടോക്കൺസ് പ്യൂർലി തിയറിയാണ്. പിന്നെ പ്രോഗ്രാം ടു റിവേഴ്സ് എ നമ്പർ. പിന്നെ വാട്ട് ഈസ് മീൻ ബൈ കണ്ടീഷണൽ ഓപ്പറേറ്റർ പഠിക്കുന്ന സെക്ഷനിൽ നമുക്കതിലേക്ക് പോകാം. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ, അപ്പോൾ ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഡാറ്റ ടൈപ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഭാഗമാണ്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഡു യു മീൻ ബൈ റിക്കർഷൻ, അത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ഇവിടെ. പിന്നെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദി സ്വിച്ച് കേസ് ആൻഡ് ഇറ്റ്സ് സിൻടാക്സ്. സ്വിച്ച് എന്ന് പറയുന്ന കേസ് C പ്രോഗ്രാമിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റാണ്. സ്വിച്ചും ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ, അതെല്ലാം നമുക്കിനി കവർ ചെയ്യാനുണ്ട്. പിന്നെ ഡിസ്ക്രൈബ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ഫ്ലോ ചാർട്ട്, പ്യൂർലി തിയറിയാണ്. റൈറ്റ് എ പ്രോഗ്രാം ടു റിവേഴ്സ് എ നമ്പർ,
ഒരു നമ്പർ റിവേഴ്സ് ചെയ്യുക. എനിക്ക് ഇതും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ക്വസ്റ്റ്യൻസ്. പിന്നെ വാട്ട്സ് ദ നീഡ് ഓഫ് ഡിഫൈൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ പ്രോഗ്രാം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഹാഷ് ഡിഫൈൻ, ഹാഷ് ഇൻക്ലൂഡ്, പ്രീ പ്രോസസ് ഡയറക്റ്റീവിൽ വരുന്ന ഭാഗമാണ് അതൊക്കെ. പിന്നെ സ്ട്രക്ചർ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്ട്രക്ചേഴ്സ് ഓഫ് സി പ്രോഗ്രാംസ്, സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ട് എഴുതുക എന്നുള്ളതാണ്. പിന്നെ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് യൂണിയൻ, ഡാറ്റ ടൈപ്സ് ആണ്. നമ്മളത് ഓൾറെഡി അവയെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്സിൽ വരുന്നതാണ് യൂണിയനും സ്ട്രക്ചറും ഈ എന്യൂമറേറ്ററും ഒക്കെ. അപ്പോൾ അതിനെയൊക്കെ പറ്റി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് ഫങ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബിടെക് ക്വസ്റ്റ്യൻസ് ആണ്. 2018 സപ്ലിമെൻ്ററി എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് കമൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ സി പ്രോഗ്രാം. നമ്മളിപ്പോൾ ഓൾറെഡി അത് BCA ക്വസ്റ്റ്യനിൽ വർക്ക് ചെയ്തതാണ്. സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്സും മൾട്ടി ലൈൻ, അതായത് സിംഗിൾ ലൈൻ കമൻറ്റിങ്ങും മൾട്ടി ലൈൻ കമൻറ്റിങ്ങും. അപ്പോൾ ഇതൊക്കെ സ്ഥിരം ഏത് കോഴ്സിനായാലും റിപ്പീറ്റിംഗ് ആയിട്ട് സി പ്രോഗ്രാമിൽ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ വൈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മോർ അഡ്വാൻറ്റേജസ് ദാൻ നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ പ്രയോജനമേറിയത് എന്നുള്ളതാണ് ആ ചോദ്യം. അപ്പോൾ അതിന് സ്വിച്ചും നെസ്റ്റഡ് ഇഫും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സ്വിച്ചുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ BCA ക്വസ്റ്റ്യനിലും കണ്ടു. നെക്സ്റ്റ് വൺ, ഗ്ലോബൽ ആൻഡ് ലോക്കൽ വേരിയബിൾസ്. ഫങ്ഷൻസ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കതിനെപ്പറ്റി പറയാം. പിന്നെ സ്ട്രിങ് ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ് അടുത്തത്. സ്ട്രിങ് കമ്പാരിസണും സ്ട്രിങ് ഐ കമ്പാരിസണുമായിട്ട് ഉള്ള 2 ഫങ്ഷൻസ്. നെക്സ്റ്റ് വൺ, റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. ആ BCA ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലുള്ള പല ചോദ്യങ്ങളും മിക്കവാറും കോഴ്സുകൾക്ക് റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് തലേ ദിവസം എല്ലാം സ്ക്രാച്ചിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചെടുക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഡീഫോൾട്ടായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധിവരെയുള്ള മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ എക്സ്പ്ലെയിൻ ദി മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് വിത്ത് എക്സാമ്പിൾസ്. മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് അത് നമ്മൾ ആദ്യം ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളെല്ലാം പറയാം. ഫോർമാറ്റ് മോഡിഫയേഴ്സ്, പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെയും വന്നിരിക്കുകയാണ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. നെക്സ്റ്റ് വൺ, ഇഫ് ആൻഡ് ഇഫ് എൽസ്. അത് നമ്മൾ കവർ ചെയ്തിട്ടില്ല, ഇറ്റ് ഷുഡ് ബി കവേർഡ്. പിന്നെ പ്രൈം നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ളൊരു പ്രോഗ്രാം, അതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ 5ൽ B, സി പ്രോഗ്രാം യൂസിങ് കൺസെപ്റ്റ് ഓഫ് ഫങ്ഷൻസ് ടു സ്വാപ്പ് വാല്യൂസ് ഓഫ് വേരിയബിൾസ് വിത്തൗട്ട് യൂസിങ് തേർഡ് വേരിയബിൾ. അപ്പോൾ ഈ സ്വാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യൂണിവേഴ്സൽ പ്രോഗ്രാമാണ്. ഇവിടെ ഇപ്പോൾ പറയുന്നത് ഫങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഫങ്ഷൻസ് ഇല്ലാതെ എങ്ങനെയാണ് നമുക്കൊരു പ്രോഗ്രാം മൂന്നാമതൊരു വേരിയബിൾ യൂസ് ചെയ്തും മൂന്നാമതൊരു വേരിയബിൾ യൂസ് ചെയ്യാതെയും സ്വാപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹാഷ് ഇൻക്ലൂഡ്,
stdio dot h hash include conio dot h int main int a equal to 5 b equal to 7 c. ഇവിടെ സ്വാപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഞാനിപ്പോൾ എ പ്രിൻറ്റ് ചെയ്താൽ 5ഉം ബി പ്രിൻറ്റ് ചെയ്താൽ 7ഉം വരും. പക്ഷേ സ്വാപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബിയിലെ വാല്യൂ എയിലേക്കും എയിലെ വാല്യൂ ബിയിലേക്കും വരിക എന്നുള്ളതാണ്. അപ്പോൾ എ പ്രിൻറ്റ് ചെയ്താൽ 7ഉം ബി പ്രിൻറ്റ് ചെയ്താൽ 5ഉം വരണം. അതാണ് സ്വാപ്പിംഗ്. രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് മൂന്നാമതൊരു വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട്. ഇവിടെ ഇപ്പോൾ സി എന്ന വേരിയബിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ആ സി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്വാപ്പിംഗ് പെർഫോം ചെയ്യാം. ഒന്നുമില്ല, ഒരു നദിയുടെ നടുക്ക് നമ്മൾ രണ്ട് തോണിയിലായി രണ്ടുപേര് നിൽക്കുന്നതെന്ന് വയ്ക്കുക. ഒരു തോണിയുടെ പേര് എയും മറ്റൊന്ന് ബിയും. അപ്പം എയിലുള്ള ആളിന് ബിയിലേക്ക് ചാടണം, ബിയിലുള്ള ആളിന് എയിലേക്കും ചാടണം. മൂന്നാമത് ഒഴിഞ്ഞ ഒരു തോണിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചെറിയ തോണികളാണെന്ന് കൂടി സങ്കല്പിക്കുക. ആ എ എന്ന ചെറിയ തോണിയിൽ നിന്ന് നിൽക്കുന്നയാൾ സി എന്ന തോണിയിലേക്ക് ചാടും. അപ്പോൾ ആ എ എന്ന തോണി ഒഴിഞ്ഞു എന്ന് തന്നെ തൽക്കാലം സങ്കല്പിക്കുക. ബിയിലുള്ള ആൾ എയിലേക്ക് ചാടും. ഇപ്പോൾ ബിയിലുള്ള ആൾ എയിലായി. ഇനി സിയിൽ നിൽക്കുന്നയാളിന് ബിയിലേക്ക് ചാടിയാൽ ആദ്യം എയിൽ നിന്നയാളാണല്ലോ സിയിലെത്തിയത്, അയാളാണല്ലോ ഇപ്പോൾ ബിയിലെത്തിയത്. അപ്പോൾ ഈ പറയുന്നത് പോലെ അവിടെയും ഇവിടെയും ഉള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് സി ഈക്വൽ ടു എ. ഇതിൻ്റെ അർത്ഥം എയിലുള്ള വാല്യൂ സിയിലേക്ക് അസൈൻ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ എ ഈക്വൽ ടു ബി, ഇതിൻ്റെ അർത്ഥം ബിയിലുള്ള വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്തു എന്നുള്ളതാണ്. ഇനി ബി ഈക്വൽ ടു സി, സിയിലുള്ള വാല്യൂ ബിയിലേക്ക് പോയി എന്നുള്ളതാണ്. ഞാൻ പ്രിൻ്റ് ചെയ്യുകയാണ്. പ്രിൻ്റ് എഫ് %d /n കൊടുക്കാം, അല്ലെങ്കിൽ അത് ഒരുമിച്ച് വരും. എ പ്രിൻ്റ് എഫ് %d ബി. നമ്മുടെ ക്ലിയർ സ്ക്രീൻ പോലുള്ള കാര്യങ്ങൾ മറന്നു കഴിഞ്ഞാൽ ടർബോയിൽ പ്രശ്നം വരും. get ch return 0. ഫയൽ സേവ്. swap.c എന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്തു. കമ്പൈൽ ചെയ്യുകയാണ്. കമ്പൈൽ സക്സസ്. റൺ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം 7ഉം രണ്ടാമത് 5ഉം കിട്ടണം. ഇവിടെ വന്നു. ഒന്നുകൂടി കാണിക്കാം. 7 5 ആണ് നമ്മൾ പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ 7ഉം ബി പ്രിൻ്റ് ചെയ്തപ്പോൾ 5ഉം വന്നു. മൂന്നാമതൊരു വേരിയബിളിൻ്റെ സഹായത്തോടു കൂടിയാണ്. പക്ഷേ നമ്മൾ ആ നോക്കിയ ചോദ്യം മൂന്നാമതൊരു വേരിയബിളിൻ്റെ സഹായം ഇല്ലാതെയാണ്. അപ്പോൾ എയും ബിയും മാത്രം, മൂന്നാമതൊരു വേരിയബിളും ഇല്ല. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വഴിയാണ് അത് ചെയ്യുന്നത്. എ ഈക്വൽ ടു എ പ്ലസ് ബി. എയിൽ ഓൾറെഡി ഉള്ളത് 5ഉം ബിയിലുള്ളത് 7ഉം. 5ഉം 7ഉം 12. ആ 12 എന്ന വാല്യൂ എയിലുള്ള 5നെ മാറ്റി എയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ എയിൽ എത്രയായി? 12 ആയി. അടുത്തത് ബി ഈക്വൽ ടു എ മൈനസ് ബി. എയിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള വാല്യൂ 12 ആണ്, ബിയിലാകട്ടെ 7. ഇപ്പോൾ 12 മൈനസ് 7, ബിയിലുള്ള വാല്യൂ 5 ആണ്. എ ഈക്വൽ ടു എ മൈനസ് ബി. എയിലുള്ള വാല്യൂ 12 ആണ്, ബിയിലുള്ള വാല്യൂ 5 ആണ്. 12 മൈനസ് 5 7. ഇപ്പോൾ 7ഉം ബിയിൽ 5ഉം വരേണ്ടതാണ്. വരുമോ എന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം.
മൂന്നാമതൊരു വേരിയബിൾ ഇല്ലാതെ. ഈ ക്വസ്റ്റ്യൻ ഔട്ട്പുട്ട് 75 മൂന്നാമതൊരു വേരിയബിൾ ഇല്ലാതെ. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഇത് കേവലം ഒരു എക്സാം ക്വസ്റ്റ്യൻ എന്നുള്ളതിലുപരി ചില കോർപ്പറേറ്റ് കമ്പനികളുടെ ടെക്നിക്കൽ റൗണ്ട് ഇൻ്റർവ്യൂവിന് സഹിതം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പലപ്പോഴും ഞാൻ തന്നെ ഈ ഒരു ചോദ്യം കമ്പനികളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ സ്വാപ്പിംഗ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഉള്ള ചോദ്യങ്ങളോ ടീച്ചിങ്സോ ഒന്നും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. പിന്നീട് കുറച്ചുകൂടി നാളുകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ തേർഡ് വേരിയബിൾ യൂസ് ചെയ്യാതെയുള്ള സ്വാപ്പിങ്ങിൻ്റെ കൺസെപ്റ്റ് നമ്മുടെ അക്കാദമിക്സിലേക്ക് കടന്നു വന്നത്. കോർപ്പറേറ്റ് ലെവലിൽ അത് ഓൾറെഡി ഒരു ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡാറ്റ ടൈപ്സിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് നമ്മുടെ വ്യൂവേഴ്സിന് കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. അടുത്ത കൺസെപ്റ്റ് ആയിരിക്കും ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുള്ള മേഖലകളോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാറ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ലെങ്കിൽ എൻ്റെ ചാനലിന് കീഴിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സൈനിങ് ഓഫ്. താങ്ക് യു.